ലാലച്ചൻസ് അക്കാഡമിയുടെ മറ്റൊരു GK ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം എത്ര ശതമാനമാണ് അല്ലെങ്കിൽ എത്ര ഭാഗമാണ് സ്ത്രീകൾക്ക് വേണ്ടി സംവരണം ചെയ്തിരിക്കുന്നത്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രകാരം എത്ര ഭാഗമാണ് സ്ത്രീകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നത്? നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രകാരം സ്ത്രീകൾക്ക് 1/3 ഭാഗം സ്ത്രീകൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആ ആക്ട് പാസ്സാക്കിയ വർഷം 2005 ഈ തൊഴിലുറപ്പ് ആക്ട് പാസ്സാക്കുന്നത്. എന്നാൽ ഇത് നിലവിൽ വരുന്നത് 2006 ഫെബ്രുവരി മാസം 2-ാം തീയതിയാണ്. ഈ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം നിലവിൽ വരുന്നത് 2006 ഫെബ്രുവരി മാസം 2-ാം തീയതി ആന്ധ്രാപ്രദേശിലാണ്. സംസ്ഥാനം കൂടി ഓർത്തിരിക്കുക. 2006 ഫെബ്രുവരി മാസം 2-ാം തീയതി ആന്ധ്രാപ്രദേശിലാണ് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം നിലവിൽ വരുന്നത്. ഇത് പാസ്സാവാൻ വേണ്ടി പിന്നിൽ പ്രവർത്തിച്ച സംഘടനയായിരുന്നു മസ്തൂർ കിസാൻ ശക്തി സംഗതൻ. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സംഘടനയാണ് മസ്തൂർ കിസാൻ ശക്തി സംഗതൻ. മസ്തൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടനയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം പാസ്സാവാൻ വേണ്ടി പ്രവർത്തിച്ച സംഘടന. നമ്മൾ മറ്റൊരു രീതിയിലും ഇത് പഠിക്കുന്നുണ്ട്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസ്സാക്കാൻ വേണ്ടി പിന്നിൽ പ്രവർത്തിച്ച സംഘടന ചോദിച്ചാലും മസ്തൂർ കിസാൻ ശക്തി സംഘടനയാണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസ്സാക്കാൻ പിന്നിൽ പ്രവർത്തിച്ചതും അതുപോലെ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം പാസ്സാക്കാനും പിന്നിൽ പ്രവർത്തിച്ച സംഘടനയാണ് മസ്തൂർ കിസാൻ ശക്തി സംഘടന. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല ജസ്റ്റ് ഓർത്തിരിക്കുക, രാജസ്ഥാനായിരുന്നു. ഈ മസ്തൂർ കിസാൻ ശക്തി സംഘത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലയായിരുന്നു രാജസ്ഥാൻ. ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു അരുണ റോയ്. മസ്തൂർ കിസാൻ ശക്തി സംഘത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകയായിരുന്നു അരുണ റോയ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു രീതി ഓർത്തിരിക്കുക, ഏതാണ് വിവരാവകാശ നിയമം പാസ്സാക്കാൻ പിന്നിൽ പ്രവർത്തിച്ച സംഘടന ചോദിച്ചാലും ഏത് തന്നെയാണ്? മസ്തൂർ കിസാൻ ശക്തി സംഘടന. രണ്ടും ഒന്ന് തന്നെയാണ്. ഒരു കാര്യങ്ങൾ ഓർത്തിരിക്കുക, വിവരാവകാശ നിയമത്തിലും അതുപോലെ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാമിലും ഒപ്പുവെച്ച ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു APJ അബ്ദുൽ കലാം. ഓർത്തിരിക്കുക, കാരണം 2005 വിവരാവകാശ നിയമം പാസ്സാക്കിയത്. നമ്മൾ പഠിച്ച കാര്യമാണ്. വിവരാവകാശ നിയമം പാസ്സാക്കിയതും 2005 നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം പാസ്സാക്കിയതും 2005 ഇതിൽ രണ്ടിലും ഒപ്പുവെച്ച ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? APJ അബ്ദുൽ കലാമാണ് ഇതിൽ രണ്ടിലും ഒപ്പുവെച്ചത്. നിലവിൽ ഈ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന. നിലവിൽ ഈ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രകാരം ഏറ്റവും കൂടുതൽ തൊഴിലിന് വരുമാനം നൽകുന്ന സംസ്ഥാനമാണ് ഹരിയാന എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ശമ്പളം നൽകുന്ന സംസ്ഥാനമാണ് ഹരിയാന. ഹരിയാനയുടെ കുറച്ച് കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ പോർട്ടബിലിറ്റി സംവിധാനം നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ പോർട്ടബിലിറ്റി സംവിധാനം നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന. അതുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഓർത്തിരിക്കാം, ഇന്ത്യയിൽ ആദ്യമായിട്ട് മൊബൈൽ കോടതി നിലവിൽ വന്ന സംസ്ഥാനവും ഹരിയാന തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ കോടതി നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാലും ഏത് തന്നെയാണ്? ഹരിയാന തന്നെയാണ്. ഹരിയാന നിലവിൽ വന്ന വർഷം ഓർത്തിരിക്കുക, 1966 നവംബർ മാസം 1-ാം തീയതി. 1966 നവംബർ മാസം 1-ാം തീയതി. ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. കേരളം രൂപീകൃതമായതിന് കൃത്യം 10 വർഷം കഴിഞ്ഞാണ് ഹരിയാന രൂപീകൃതമായത്. അതുപോലെ നമ്മൾ പറഞ്ഞു, മറ്റൊന്നാണ് സുൽത്താൻപൂർ പക്ഷി സങ്കേതം. ഹരിയാനയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ബേർഡ് സാങ്ച്വറി അല്ലെങ്കിൽ പക്ഷി സങ്കേതമാണ് സുൽത്താൻപൂർ പക്ഷി സങ്കേതം. ഹരിയാനയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പക്ഷി സങ്കേതമാണ് സുൽത്താൻപൂർ ബേർഡ്സ് സാങ്ച്വറി. സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലാണ്. പാനിപ്പത്ത് യുദ്ധം നടന്ന ഇന്ത്യൻ സംസ്ഥാനം. പാനിപ്പട്ട് യുദ്ധം നടന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന. അതുപോലെ കുരുക്ഷേത്രം, അതായത് മഹാഭാരത യുദ്ധം നടന്ന കുരുക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും ഏത് സംസ്ഥാനത്ത് തന്നെയാണ്? ഹരിയാനയിൽ തന്നെയാണ്. മഹാഭാരത യുദ്ധം നടന്ന കുരുക്ഷേത്രം, മഹാഭാരത യുദ്ധത്തിന് വേദിയായ ക്ഷേത്രമാണ് കുരുക്ഷേത്രം. ഈ കുരുക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും ഹരിയാനയിൽ തന്നെയാണ്. ഒന്നുകൂടെ പറയാം, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം പ്രകാരം ഏറ്റവും കൂടുതൽ
ഏറ്റവും കൂടുതൽ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രകാരം സ്ത്രീകൾക്ക് എത്ര ശതമാനമാണ്, എത്ര ഭാഗമാണ് സംവരണം ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ 1/3 ഭാഗം. ഈ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം പാസ്സാക്കിയത് 2005-ലാണ്. ആ 2005 തന്നെയാണ് ഏത് പാസ്സാക്കിയതും, ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസ്സാക്കിയതും 2005-ലാണ്. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം നിലവിൽ വന്നത് 2006 ഫെബ്രുവരി മാസം 2-ാം തീയതി ആന്ധ്രാപ്രദേശിലാണ് നിലവിൽ വന്നത്. നമ്മൾ പറഞ്ഞു APJ അബ്ദുൽ കലാമാണ് ഏതിലൊക്കെ ഒപ്പുവെച്ചത്, വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ചതും APJ അബ്ദുൽ കലാമാണ്. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ആ ബില്ലിൽ ഒപ്പുവെച്ചത് ആര് തന്നെയാണ്? APJ അബ്ദുൽ കലാം തന്നെയാണ്. ഈ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം പാസ്സാക്കാൻ വേണ്ടി പിന്നിൽ പ്രവർത്തിച്ച സംഘടനയായിരുന്നു മസ്തൂർ കിസാൻ ശക്തി സംഗതൻ. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല രാജസ്ഥാൻ. ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ഈ മസ്തൂർ കിസാൻ ശക്തി സംഘത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തക ചോദിച്ചാൽ ആരാണ്? അരുണ റോയ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസ്സാക്കാനും പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏത് തന്നെയാണ്? മസ്തൂർ കിസാൻ ശക്തി സംഘടന തന്നെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു നിലവില് ഈ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന, ഏറ്റവും കൂടുതൽ സാലറി നൽകുന്ന സംസ്ഥാനമാണ് ഏത്? ഹരിയാന. ഹരിയാന നിലവിൽ വന്നത്, കൃത്യം കേരളം നിലവിൽ വന്നത് 10 വർഷത്തിന് ശേഷം 1966 നവംബർ മാസം 1-ാം തീയതിയാണ് ഹരിയാന നിലവിൽ വരുന്നത്. ഇന്ത്യയിൽ മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി നിലവിൽ വരുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് ഏത്? ഹരിയാന. അതുപോലെ തന്നെ മൊബൈൽ കോടതി, ഇന്ത്യയിൽ ആദ്യമായിട്ട് മൊബൈൽ കോടതി നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനവും ഹരിയാനയാണ്. സുൽത്താൻപൂർ പക്ഷി സങ്കേതം ഒരുപാട് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. സുൽത്താൻപൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഹരിയാനയാണ്. പാനിപ്പട്ട് യുദ്ധത്തിന് വേദിയായ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ഹരിയാനയാണ്. മഹാഭാരത യുദ്ധം നടന്ന കുരുക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ ഹരിയാനയിൽ തന്നെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ചൈനയിൽ ഭരണം നടത്തിയ അവസാനത്തെ രാജവംശം, ചൈനയിൽ ഭരണം നടത്തിയ അവസാനത്തെ രാജവംശമായിരുന്നു മഞ്ജു രാജവംശം. ചൈനയിൽ ഭരണം നടത്തിയ അവസാനത്തെ രാജവംശമാണ് മഞ്ജു രാജവംശം. ഈ രാജവംശം ജനങ്ങൾക്ക് ഒരുപാട് ഉപദ്രവം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഇത് ജനങ്ങൾക്കിടയിൽ കലാപം ഉണ്ടാവുകയും അങ്ങനെ നടന്ന സംഭവമാണ് ചൈനീസ് കലാപം. ഓർത്തിരിക്കുക, ചൈനീസ് കലാപം ഏത് രാജവംശത്തിനെതിരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് മഞ്ജു രാജവംശത്തിനെതിരായിരുന്നു. ചൈനീസ് കലാപം നടന്ന വർഷം 1911. ചൈനീസ് കലാപം നടന്ന വർഷം 1911. ഈ ചൈനീസ് കലാപത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ് അല്ലെങ്കിൽ മുൻനിര പോരാളി ആരായിരുന്നു? സൺ യാത് സൺ. ചൈനീസ് വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു സൺ യാത് സൺ. അതുപോലെ 1911 ചൈനീസ് വിപ്ലവം ഉണ്ടാകുന്നത്. ചൈന റിപ്പബ്ലിക് ആയ വർഷം ഏത് വർഷമാണ്? തൊട്ടടുത്ത വർഷം ചൈന റിപ്പബ്ലിക് ആകുന്നത് 1912. ചൈന റിപ്പബ്ലിക് ആകുന്നത് 1912. ഈ ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ചോദിച്ചാലും ആര് തന്നെയാണ്? സൺ യാത് സൺ. കാരണം ഈ സമയത്ത് ഈ കലാപങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തതും ഈ ജനങ്ങൾക്കിടയിൽ ഒരു കലാപം എന്ന ആഹ്വാനം ഉണ്ടാക്കിയെടുത്തതൊക്കെ ആരായിരുന്നു? സൺ യാത് സൺ ആയിരുന്നു. കാരണം അവിടെയുള്ള ചെറിയ പ്രസ്ഥാനങ്ങളെയൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ചൈനീസ് റിപ്പബ്ലിക് സ്ഥാപിക്കുന്നത്. അപ്പൊ ഈ ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ചോദിച്ചാൽ ആര് തന്നെയാണ്? സൺ യാത് സൺ തന്നെയാണ്. ഇനി 1921 ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാകുന്നത്. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാകുന്നത് 1921. ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ആര്? മാവോ സേ തൂങ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു മാവോ സേ തൂങ്. മാവോ സേ തൂങ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു മാവോ സേ തൂങ്. ഈ മാവോ സേ തൂങ്ങിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു ജാഥയായിരുന്നു ഏത്? ലോങ് മാർച്ച്. 1934 ഈ മാവോ സേ തൂങ്ങിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു ജാഥയായിരുന്നു ഏത്? ലോങ് മാർച്ച്. ഓർത്തിരിക്കുക, 1934 ലോങ് മാർച്ച് നടന്നത്. 1934 ലോങ് മാർച്ച് നടത്തിയത്. ഈ ലോങ് മാർച്ചിന് നേതൃത്വം കൊടുത്ത വ്യക്തിയായിരുന്നു ആര്? മാവോ സേ തൂങ്. മറ്റൊരു പ്രധാനപ്പെട്ട ഈ സംഭവമാണ് ചൈനയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്നത്. ബോക്സർ കലാപം നടന്ന രാജ്യം. ബോക്സർ കലാപം. ബോക്സർ കലാപത്തിന് വേദിയായ രാജ്യം ഏത് തന്നെയാണ്? ചൈന തന്നെ. ബോക്സർ കലാപം നടന്ന വർഷം ചോദിച്ചാൽ 1900. ബോക്സർ കലാപം നടന്നത് 1900. അപ്പൊ ഈ ബോക്സർ കലാപത്തിൽ പങ്കെടുത്തവരുടെയൊക്കെ ഒരു മുദ്രയായിരുന്നു കൈയുടെ മുഷ്ടി. അതുകൊണ്ടാണ് ഇത് ബോക്സർ കലാപം എന്നറിയപ്പെടുന്നത്. നമ്മുടെ കൈയുടെ
മുഷ്ടിയായിരുന്നു ഈ ബോക്സർ കലാപത്തിന്റെ ഔദ്യോഗിക ചിഹ്നം എന്ന് പറഞ്ഞത്. ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ബോക്സർ കലാപം നടന്ന രാജ്യമാണ് ചൈന. ബോക്സർ കലാപം ചൈനയിൽ നടന്ന വർഷം ചോദിച്ചിട്ടുണ്ട് 1900. മറ്റൊരു സംഭവമായിരുന്നു കറുപ്പ് യുദ്ധം. ചൈനയും ബ്രിട്ടനും തമ്മിലായിരുന്നു കറുപ്പ് യുദ്ധം. കറുപ്പ് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു എന്ന് ചോദിച്ചാൽ ചൈനയും ബ്രിട്ടനും തമ്മിലായിരുന്നു കറുപ്പ് യുദ്ധം. അപ്പൊ കറുപ്പ് എന്ന് പറയുന്നത് ഒരു ലഹരി പദാർത്ഥമായിരുന്നു. അതായത് ഈ ബ്രിട്ടന്റെ ചൂഷണത്തിനെതിരെ ഈ ചൈനയിലെ യുവാക്കൾ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ ആ യുവാക്കളെ നശിപ്പിക്കാൻ വേണ്ടിയും അവരുടെ ചിന്തയെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയും ബ്രിട്ടീഷുകാർ അമിതമായ രീതിയിൽ ഈ കറുപ്പ് എന്ന ഒരു ലഹരി പദാർത്ഥം ചൈനയിൽ ഇറക്കുമതി ചെയ്യുകയും അവിടുത്തെ യുവാക്കളെയൊക്കെ അതിനെ അടിമകളാക്കുകയും ചെയ്തൊരു സംഭവമാണ് ഈ കറുപ്പ് യുദ്ധം എന്നറിയപ്പെടുന്നത്. കറുപ്പ് യുദ്ധം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ചൈനയും ബ്രിട്ടനും തമ്മിലായിരുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ചൈനയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കുവയ്ക്കുന്ന രണ്ടാമത്തെ രാജ്യം. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കുവയ്ക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഏത്? ചൈന. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കുവയ്ക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ചൈന. ഒന്നാമത് നമുക്കറിയാം ഏതാണ്? ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കുവയ്ക്കുന്ന ഒന്നാമത്തെ രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. രണ്ടാമത്തെ രാജ്യമാണ് ചൈന. മറ്റൊരു കാര്യം ഓർത്തിരിക്കുക, നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചർച്ച ചെയ്തതാണ്. 2019 പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ വേദി. 2019 പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ വേദിയാണ് ചൈന. 2019 പരിസ്ഥിതി ദിനമായിട്ട് ആഘോഷിക്കുന്നത് ജൂൺ 5. ഇതിന്റെ വേദിയാണ് ചൈന. 2019 പരിസ്ഥിതി ദിനം ജൂൺ 5 പരിസ്ഥിതി ദിനം. ഇതിന്റെ വേദിയാവുന്ന രാജ്യമാണ് ചൈന. 2020 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് കൊളംബിയ. ഒരെണ്ണം കൂടി ആഡ് ചെയ്യുക. 2021 വേദിയാണ് പാകിസ്ഥാൻ. 2019 പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ വേദിയാണ് ചൈന. 2020 കൊളംബിയ. 2021 പാകിസ്ഥാൻ. മറ്റൊരു കാര്യം കൂടി കറണ്ട് അഫെയറിൽ ഓർത്തിരിക്കുക. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ കാർബൺ മാർക്കറ്റ് നിലവിൽ വരുന്ന രാജ്യമാണ് ചൈന. ലോകത്തിലെ ഏറ്റവും വലിയ കാർബൺ മാർക്കറ്റ് നിലവിൽ വരുന്ന രാജ്യമാണ് ചൈന. ലോകത്തിലെ ഏറ്റവും വലിയ കാർബൺ മാർക്കറ്റ് നിലവിൽ വരുന്ന രാജ്യമാണ് ചൈന. ഒരു കാര്യം ഓർത്തിരിക്കുക, ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചൈന ജനകീയ റിപ്പബ്ലിക് ആകുന്ന വർഷം ഒരുപാട് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. 1949 ഒക്ടോബർ 1. 1949 ഒക്ടോബർ മാസം 1-ാം തീയതിയാണ് ചൈന ജനകീയ റിപ്പബ്ലിക് ആകുന്നത്. നേരത്തെ പറഞ്ഞത് ചൈന റിപ്പബ്ലിക് ആകുന്നത് 12-ലും ചൈന ജനകീയ റിപ്പബ്ലിക് ആകുന്നത് 1949 ഒക്ടോബർ മാസം 1-ാം തീയതി. ഒന്നുകൂടി ഓർത്തിരിക്കുക, ചൈനയിലെ അവസാനത്തെ രാജവംശമായിരുന്നു മഞ്ജു രാജവംശം. ചൈനീസ് വിപ്ലവം നടന്ന വർഷം 1911. ചൈനീസ് വിപ്ലവത്തിന്റെ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ സൺ യാത് സെൻ. ചൈന റിപ്പബ്ലിക് ആകുന്ന വർഷം 1912. വെറും റിപ്പബ്ലിക് എന്ന് മാത്രമേ ഉള്ളൂവെങ്കിൽ ഉത്തരം 1912. ചൈന ജനകീയ റിപ്പബ്ലിക് ആകുന്നത് 1949 ഒക്ടോബർ മാസം 1-ാം തീയതി. ഈ ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ചോദിച്ചാലും ആര് തന്നെയാണ്? ഈ സൺ യാത് സെൻ തന്നെയാണ്. 1921 ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത്. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു മാവോ സേ തൂങ്. ഈ മാവോ സേ തൂങ്ങിന്റെ നേതൃത്വത്തിൽ നടന്നൊരു മാർച്ചായിരുന്നു ലോങ് മാർച്ച്. ലോങ് മാർച്ച് നടന്ന വർഷം ചോദിച്ചിട്ടുണ്ട് 1934. ബോക്സർ കലാപം നടന്നത് ഏത് രാജ്യത്താണ് എന്ന് ചോദിച്ചാൽ ഏത് രാജ്യം തന്നെയാണ്? ചൈനയിലാണ് ബോക്സർ കലാപം നടന്ന വർഷം 1900. കറുപ്പ് യുദ്ധത്തിന്റെ പശ്ചാത്തലം നമ്മൾ പറഞ്ഞു. ചൈനയിലെ യുവാക്കളെ അടിച്ചമർത്താൻ വേണ്ടിയും അവരുടെ ചിന്തകളെയൊക്കെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയും ബ്രിട്ടൻ ഇറക്കുമതി ചെയ്ത ഒരു ലഹരി പദാർത്ഥമായിരുന്നു ഈ കറുപ്പ്. ഇപ്പൊ കറുപ്പ് യുദ്ധം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു എന്ന് PS ചോദിച്ചിട്ടുണ്ട്. ചൈനയും ബ്രിട്ടനും തമ്മിലാണ് കറുപ്പ് യുദ്ധം നടന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം ചോദിച്ചാൽ ബംഗ്ലാദേശ്. രണ്ടാമത്തെ രാജ്യം, ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കുവയ്ക്കുന്ന രണ്ടാമത്തെ രാജ്യം ചോദിച്ചാൽ അത് ഏതാണ്? ചൈനയാണ്. നമ്മൾ പറഞ്ഞു 2019 പരിസ്ഥിതി ദിനാഘോഷത്തിന് വേദിയാകുന്ന രാജ്യമാണ് ചൈന. 2020 പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ വേദിയാണ് കൊളംബിയ. 2021 പാകിസ്ഥാൻ. പിന്നെ നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും വലിയ കാർബൺ മാർക്കറ്റ് നിലവിൽ വരുന്ന രാജ്യമാണ് ചൈന. ചൈന ജനകീയ റിപ്പബ്ലിക് ആകുന്നത് 1949 ഒക്ടോബർ മാസം 1-ാം തീയതി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ജലത്തിന്റെ pH മൂല്യം എത്ര? ജലത്തിന്റെ pH മൂല്യം എത്രയാണ്? ജലത്തിന്റെ
pH മൂല്യം, പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ് pHന്റെ ഫുൾ ഫോം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. ജലത്തിന്റെ pH മൂല്യമാണ് 7 എന്ന് പറയുന്നത്. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം, അതായത് സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ജലം തിളയ്ക്കുന്ന താപനിലയാണ് അതിന്റെ തിളനില എന്ന് പറയുന്നത്. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ജലം തിളയ്ക്കുന്ന താപനിലയാണ് അതിന്റെ തിളനില എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. ജലത്തിന്റെ തിളനില എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലത്തിന്റെ തിളനില എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ്. ഇനി മറ്റൊരു കാര്യം ഓർത്തിരിക്കുക, ഒരു വസ്തു, ഒരു പദാർത്ഥം ദ്രാവകാവസ്ഥയിൽ നിന്നും തണുത്തുറഞ്ഞ് ഖരാവസ്ഥയിലേക്ക് മാറുന്ന താപനില ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഖരാങ്കം. ദ്രാവകാവസ്ഥയിലുള്ള ഒന്ന് തണുത്തുറഞ്ഞ് ഖരാവസ്ഥയിലേക്ക് മാറുന്ന താപനിലയാണ് ഖരാങ്കം. ഖരാങ്കം. ഇപ്പൊ ജലത്തിന്റെ ഖരാങ്കം ചോദിച്ചാൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലത്തിന്റെ ഖരാങ്കം എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലം ആദ്യമായിട്ട് കൃത്രിമമായി നിർമ്മിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ജോസഫ് പ്രിസ്റ്റിലി. ജലം ആദ്യമായിട്ട് കൃത്രിമമായി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ആദ്യമായിട്ട് ജലം നിർമ്മിച്ചത് ആരാണ്? ജോസഫ് പ്രിസ്റ്റിലി. ജലം ആദ്യമായിട്ട് കൃത്രിമമായി നിർമ്മിച്ച വ്യക്തിയായിരുന്നു ആര്? ജോസഫ് പ്രിസ്റ്റിലി. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില, ജലത്തിന് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനിലയാണ് 4 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ഇനി ഓക്സിജനിൽ, വായുവിൽ ഓക്സിജൻ കത്തുമ്പോൾ ജലം ഉൽപ്പാദിപ്പിക്കുമെന്ന് കണ്ടെത്തിയത് ആരാണ്? കാവൻഡിഷ് ആണ്. ഹെൻറി കാവൻഡിഷ്. ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ കണ്ടെത്തിയതും ആര് തന്നെ? ഹൈഡ്രജൻ കണ്ടെത്തിയ വ്യക്തി ചോദിച്ചാലും അത് ഹെൻറി കാവൻഡിഷ് തന്നെയാണ്. ഒരു ആസിഡും ഒരു ലോഹവും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്ത് ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്. ഒരു ആസിഡും ഒരു ലോഹവും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പദാർത്ഥമാണ് ഹൈഡ്രജൻ. ഒരു ആസിഡും ഒരു ലോഹവും തമ്മിൽ, ഒരു ആസിഡും ഒരു മെറ്റലും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു. ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ്. ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ്. ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ്. നമ്മൾ പറഞ്ഞു എല്ലാ ആസിഡിലെയും പൊതു ഘടകമാണ് ഏത്? ഹൈഡ്രജൻ. എല്ലാ ആസിഡിലെയും പൊതു ഘടകമാണ്. എല്ലാ ആസിഡിലെയും പൊതു ഘടകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. മാറിപ്പോവരുത്. ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്സിജൻ എന്ന വാക്കിന്റെ അർത്ഥമോ? ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത്. രണ്ടും തമ്മിൽ മാറിപ്പോവരുത്. ഓക്സിജൻ എന്ന വാക്കിന്റെ അർത്ഥം ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഓക്സിജൻ എന്ന വാക്കിന്റെ അർത്ഥം. നമുക്ക് ഒന്നുകൂടെ പറയാം. ജലത്തിന്റെ pH മൂല്യമാണ് 7. ഇനി ജലം സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ തിളയ്ക്കുന്ന താപനിലയാണ് ഏത്? തിളനില എന്ന് പറയുന്നത്. ജലത്തിന്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസ്. ദ്രാവകാവസ്ഥയിലുള്ള ഒന്ന് തണുത്തുറഞ്ഞ് ഖരാവസ്ഥയിലേക്ക് മാറുന്ന താപനിലയെ ഖരാങ്കം എന്ന് പറയാം. ഐസിന്റെ അല്ല, ജലത്തിന്റെ ഖരാങ്കം എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെ 4 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില ചോദിച്ചാൽ 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജോസഫ് പ്രിസ്റ്റിലി ആദ്യമായിട്ട് കൃത്രിമമായിട്ട് ജലം നിർമ്മിച്ച വ്യക്തിയാണ് ജോസഫ് പ്രിസ്റ്റിലി. ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു ആസിഡും ഒരു ലോഹവും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ്. എല്ലാ ആസിഡിലെയും പൊതു ഘടകമാണ് ഹൈഡ്രജൻ. ഓക്സിജൻ എന്ന വാക്കിന്റെ അർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് തമ്മിൽ മാറിപ്പോവരുത്. ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്സിജൻ എന്ന വാക്കിന്റെ അർത്ഥം ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആറന്മുള വള്ളംകളി നടക്കുന്നത് കേരളത്തിലെ ഏത് നദിയിലാണ്? ആറന്മുള വള്ളംകളി നടക്കുന്നത് കേരളത്തിലെ ഏത് നദിയിലാണ്? പമ്പ നദിയിലാണ് ആറന്മുള വള്ളംകളി നടക്കുന്നത്. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 3ാമത്തെ നദിയാണ് പമ്പ. നമുക്കറിയാവുന്ന ഫാക്റ്റാണ്. 1ാമത്തെ നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. ഏറ്റവും നീളം കൂടിയ 2ാമത്തെ നദിയാണ് ഭാരതപ്പുഴ. ഏറ്റവും നീളം കൂടിയ 3ാമത്തെ നദിയാണ് പമ്പ. ഈ പമ്പയിലാണ് ആറന്മുള വള്ളംകളി നടക്കുന്നത്. പമ്പയുടെ നീളം കൂടി ഓർത്തിരിക്കുക. 176 കിലോമീറ്റർ ആണ് പമ്പ നദിയുടെ നീളം. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന വള്ളംകളിയാണ് ആറന്മുള വള്ളംകളി. ജലത്തിലെ
ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന വള്ളംകളിയാണ് ഏത്? ആറന്മുള വള്ളംകളി. ഇനി മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട വള്ളംകളിയാണിത്, നെഹ്റു ട്രോഫി വള്ളംകളി. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലിലാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലിലാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേര് ഒരുപാട് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നറിയപ്പെട്ടിരുന്ന വള്ളംകളിയായിരുന്നു ഏത്? നെഹ്റു ട്രോഫി വള്ളംകളി. പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നറിയപ്പെട്ടിരുന്ന വള്ളംകളിയായിരുന്നു നെഹ്റു ട്രോഫി വള്ളംകളി. നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിക്കുന്നത് 1952 വർഷം കൂടി ഓർത്തിരിക്കുക. 1952 നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിക്കുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ആദ്യമായി ചാമ്പ്യന്മാരായത് ഏത് വള്ളമായിരുന്നു? നടുഭാഗം ചുണ്ടൻ. നെഹ്റു ട്രോഫിയിൽ ആദ്യമായിട്ട് ചാമ്പ്യന്മാരായത് നടുഭാഗം ചുണ്ടൻ എന്ന വള്ളമാണ് ആദ്യമായിട്ട് വിജയിച്ചത്. ഇപ്പോൾ കറണ്ട് അഫെയറിലും ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. 2019 നെഹ്റു ട്രോഫി വള്ളംകളി നേടിയതും ഏത് വള്ളം തന്നെയായിരുന്നു? ഈ നടുഭാഗം ചുണ്ടമായിരുന്നു. ആദ്യമായിട്ട് ജയിച്ചതും 2019 നെഹ്റു ട്രോഫി വള്ളംകളി നേടി വിജയിച്ച വള്ളവും ഏത് തന്നെയാണ്? നടുഭാഗം ചുണ്ടമാണ്, വള്ളംകളിയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വള്ളംകളിയാണ് ഏത്? ചമ്പക്കുള വള്ളംകളി. കേരളത്തിൽ വള്ളംകളി സീസൺ ആരംഭിക്കുന്നത് ഏത് വള്ളംകളി തൊട്ടാണ് എന്ന് ചോദിച്ചാൽ ചമ്പക്കുളം വള്ളംകളി തൊട്ടാണ് കേരളത്തിൽ വള്ളംകളി സീസൺ ആരംഭിക്കുന്നത്. ചമ്പക്കുളം വള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ഏത് നദിയിലാണ്? പമ്പ നദിയിൽ തന്നെയാണ്. പമ്പ നദി. ഇത് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ചമ്പക്കുളം വള്ളംകളി നടക്കുന്നത് പമ്പ നദിയിലാണ്. അതിന്റെ പ്രത്യേകത എന്താണ്? കേരളത്തിൽ വള്ളംകളി സീസൺ ആരംഭിക്കുന്നത് ഏത് വള്ളംകളി തൊട്ടാണ് എന്ന് ചോദിച്ചാൽ അത് ചമ്പക്കുളം വള്ളംകളി തൊട്ടാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട എപ്പോഴും ചോദിക്കുന്ന 2 വള്ളംകളിയാണ്. ഏതാണ്? മദർ തെരേസ വള്ളംകളി. മദർ തെരേസ വള്ളംകളി നടക്കുന്നത് അച്ഛൻ കോവിലാറ്. മറ്റൊരു പ്രധാനപ്പെട്ട വള്ളംകളിയാണ് ശ്രീനാരായണ ജയന്തി വള്ളംകളി നടക്കുന്നത് കുമരകത്താണ്. ശ്രീനാരായണ ജയന്തി വള്ളംകളി നടക്കുന്നത് കുമരകം. അപ്പോൾ ഒന്ന് ഓർത്തിരിക്കുക, പമ്പയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു വള്ളംകളിയാണ് ആറന്മുള വള്ളംകളി. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ആറന്മുള വള്ളംകളി നടക്കുന്നത് ഏതു നദിയിലാണ് എന്ന് ചോദിച്ചാൽ പമ്പയിലാണ്. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന വള്ളംകളിയാണ് ആറന്മുള വള്ളംകളി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 3ാമത്തെ നദിയാണ് പമ്പ. പമ്പയുടെ നീളം 176. പിന്നെ പുന്നമടക്കായലിൽ നടക്കുന്ന വള്ളംകളി ഏതാണ്? നെഹ്റു ട്രോഫി വള്ളംകളിയാണ് പുന്നമടക്കായലിൽ നടക്കുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നറിയപ്പെടുന്നു. നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ച വർഷം ഏതായിരുന്നു? 1952 നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിക്കുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ആദ്യമായി ചാമ്പ്യന്മാരായത് ഏത് വള്ളമായിരുന്നു? നടുഭാഗം ചുണ്ടൻ എന്ന വള്ളമാണ് ആദ്യമായിട്ട് ജേതാക്കളായത്. 2019 കറണ്ട് അഫെയറിൽ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. 2019 ചാമ്പ്യന്മാരായതും ആര് തന്നെയാണ്? ഈ നടുഭാഗം ചുണ്ടമാണ്. ചുണ്ടൻ വള്ളംകളിയാണ്. ചമ്പക്കുളം വള്ളംകളി നടക്കുന്നത് പമ്പ നദിയിലാണ്. മദർ തെരേസ വള്ളംകളി നടക്കുന്നത് അച്ഛൻ കോവിലാറാണ്. ശ്രീനാരായണ ജയന്തി വള്ളംകളി കുമരകത്താണ്. നമ്മൾ പറഞ്ഞു ഈ ചമ്പക്കുളം വള്ളംകളിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ വള്ളംകളി സീസൺ ആരംഭിക്കുന്നത് ഏത് വള്ളംകളി തൊട്ടാണ് എന്ന് ചോദിച്ചാൽ ഈ ചമ്പക്കുളം വള്ളംകളി തൊട്ടാണ് കേരളത്തിൽ വള്ളംകളി സീസൺ ആരംഭിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി. ഇന്ത്യയിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതിയാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. ഇന്ത്യയിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതിയാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. ഇതിന്റെ ആസ്ഥാനം, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ആസ്ഥാനമാണ് ന്യൂഡൽഹി. ഇന്ത്യയിലെ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ആസ്ഥാനമാണ് ന്യൂഡൽഹി. ഇത് നിലവിൽ വന്ന വർഷവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2010 ഒക്ടോബർ മാസം 18-ാം തീയതി ഇന്ത്യയിൽ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ നിലവിൽ വരുന്നത് 2010 ഒക്ടോബർ മാസം 18-ാം തീയതി. 2010 ഒക്ടോബർ മാസം 18-ാം തീയതിയാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ നിലവിൽ വരുന്നത്. ഈ കേരളത്തിൽ കൊച്ചിയിലും ഈ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ഒരു ബെഞ്ചുണ്ട്. അതായത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യാൻ കേരളത്തിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ബെഞ്ച് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. ഇനി ഒരുപാട് പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട്
ഈ ഗ്രീൻ ബെഞ്ച് നിലവിൽ വന്ന ഹൈക്കോടതി, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ഗ്രീൻ ബെഞ്ച് നിലവിൽ വന്ന ഹൈക്കോടതി ചോദിച്ചാൽ കൊൽക്കത്ത ഹൈക്കോടതിയാണ്. ഇന്ത്യയിൽ ആദ്യമായി നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഗ്രീൻ ബെഞ്ച് നിലവിൽ വന്ന ഹൈക്കോടതി ചോദിച്ചാൽ കൊൽക്കത്ത ഹൈക്കോടതിയാണ്. ഈ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു ലോകേശ്വർ സിംഗ് പാണ്ഡെ. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു ലോകേശ്വർ സിംഗ് പാണ്ഡെ. ഈ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ നിലവിലെ ചെയർമാനാണ് ആര്? AK ഗോയൽ. AK ഗോയൽ എന്ന വ്യക്തിയാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ നിലവിലെ ചെയർമാൻ. അത് കറണ്ട് അഫയർ ആണ്, മാറുമ്പോൾ മാറ്റി പഠിക്കുക. ആദ്യത്തെ ചെയർമാൻ ലോകേശ്വർ സിംഗ് പാണ്ഡെ, നിലവിലെ ചെയർമാൻ AK ഗോയൽ. ഏത് ഭരണഘടനാ വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഭരണഘടനാ വകുപ്പിലെ ആർട്ടിക്കിൾ 21 പ്രകാരമാണ്. ആർട്ടിക്കിൾ 21ന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ നിലവിൽ വരുന്നത്. ഈ ആർട്ടിക്കിൾ 21 നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ്? ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 21. ജീവനും വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 21. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ആർട്ടിക്കിൾ 21നെ പറ്റി. ഒന്നുകൂടെ രണ്ട് ഓർത്തിരിക്കാം. പ്രൈവസി അല്ലെങ്കിൽ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് ചോദിച്ചാൽ ആർട്ടിക്കിൾ 21 ആണ്. ഇഷ്ടമുള്ള ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കാം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 21 ആണ്. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കരുത് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 21 ആണ്. ഒന്നുകൂടെ പറയാം. വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിച്ചാൽ ആർട്ടിക്കിൾ 21. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കരുത് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 21 ആണ്. അതുപോലെ ഇഷ്ടമുള്ള ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കാം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 21. ഇനി നമുക്കറിയാവുന്ന കാര്യമാണ്, അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദു ചെയ്യാൻ പറ്റാത്ത 2 ആർട്ടിക്കിളാണ് ഭരണഘടനയിലുള്ളത്, 20ഉം 21ഉം. അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദു ചെയ്യാൻ പറ്റാത്ത ഭരണഘടനയിലെ 2 ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20ഉം 21ഉം. 20 എന്തായിരുന്നു? നമ്മൾ പഠിച്ചതാണ്. 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21. ഇനി വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കി മാറ്റിയ ഭേദഗതി നമുക്കറിയാവുന്നതാണ്. 2002 86ാം ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ഇങ്ങനെ ഉൾപ്പെടുത്തിയ ആർട്ടിക്കിൾ ആയിരുന്നു ആർട്ടിക്കിൾ 21A. ഒരുപാട് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 21A എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ ആ ഒരു ഭേദഗതി ആയിരുന്നു 2002 86ാം ഭേദഗതി. ഇത് ഉൾപ്പെടുത്തിയ ആർട്ടിക്കിൾ 21A. ഒന്നുകൂടെ ഓർത്തിരിക്കാം. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കോടതിയാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. 2010 ഒക്ടോബർ മാസം 18ാം തീയതിയാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ നിലവിൽ വരുന്നത്. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ബെഞ്ച് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് കൊച്ചിയിലാണ്. കൊൽക്കത്ത എന്തായിരുന്നു? ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ഗ്രീൻ ബെഞ്ച് നിലവിൽ വന്ന ഹൈക്കോടതിയായിരുന്നു കൊൽക്കത്ത ഹൈക്കോടതി. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ആദ്യത്തെ ചെയർമാൻ, ഒരുപാട് പരീക്ഷയിൽ ചോദിച്ചതാണ്, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു ലോകേശ്വർ സിംഗ് പാണ്ഡെ അല്ലെങ്കിൽ LS പാണ്ഡെ. നിലവിലെ ചെയർമാൻ AK ഗോയൽ. നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 21ന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ നിലവിൽ വരുന്നത്. ഈ 21 ഒരുപാട് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ച കാര്യമാണ്. ജീവനും വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21. അതുപോലെ പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കരുത് എന്ന നിയമം പാസ്സാക്കിയത് ഏത് ആർട്ടിക്കിളിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 21ന്റെ അടിസ്ഥാനത്തിലാണ്. സ്വകാര്യതയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചാലും ആർട്ടിക്കിൾ 21 ആണ്. ഇഷ്ടമുള്ള ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കാം എന്ന് പറയുന്ന ആർട്ടിക്കിളും ഏത് തന്നെ? ആർട്ടിക്കിൾ 21 തന്നെ. പിന്നെ പറഞ്ഞു അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഇത് റദ്ദാക്കാൻ പറ്റാത്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20ഉം 21ഉം. 2002 86ാം ഭേദഗതിയിലൂടെയാണ് ഇത് ഉൾപ്പെടുത്തിയത്. നമ്മൾ പറഞ്ഞു ഈ ആർട്ടിക്കിളാണ് 21A.